പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പെന്തിക്കോസ്തിയുടെ ദിനങ്ങളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അഭിഷേകവും സ്വീകരിച്ച് പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സഭ നമ്മളെ ആഹ്വാനം ചെയ്യുന്ന സമയങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ദൈവം നമുക്ക് തരുന്ന ദൈവത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ ദാനമാണ്. ദൈവത്തിൻ്റെ ശക്തിയാണ് നമുക്ക് തരുന്നത്. അത് എന്തിനാണ് നമുക്ക് ദൈവം തരുന്നതെന്ന് ചോദിച്ചാൽ, അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനം, ഈ അപ്പോസ്തലന്മാരുടെ ജീവിതം, അവരുടെ വിശുദ്ധീകരണവും അവരുടെ പഠനമെല്ലാം കഴിഞ്ഞതിന് ശേഷം യേശു പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. ഈ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്തെന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങളെൻ്റെ സാക്ഷികളായിത്തീരും. ഇന്ന് ഈ വചനം പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആകുലപ്പെടുന്ന സമയമാണ്. മാതാപിതാക്കൾക്ക് ഏതെല്ലാം തരത്തിലുള്ള ടെൻഷനാണെന്നറിയാം ഇപ്പോൾ ഉള്ളത്. ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ അനേക മാതാപിതാക്കൾ വന്നിട്ട് പറയുന്ന കാര്യങ്ങളിൽ ഒന്ന്, അച്ഛാ എൻ്റെ കുഞ്ഞ് 10ാം ക്ലാസ് പാസ്സായി, +2 പാസ്സായി, ഏത് കോഴ്സിനാണ് അവനെ വിടേണ്ടത്? അച്ഛാ എൻ്റെ കൊച്ച് ദൂരെ പഠിക്കാൻ പോയ വഴിതെറ്റി പോകുമോ അച്ഛാ? കൺഫ്യൂഷനാണ്. ഇവിടെയാണ് കർത്താവ് പറഞ്ഞത്, ആശയക്കുഴപ്പം മാറുവാൻ നിങ്ങൾക്ക് ശക്തി ആവശ്യമാണ്, വിവേചനം ആവശ്യമാണ്, വിവേകം ആവശ്യമാണ്. അതിനാണല്ലോ പരിശുദ്ധാത്മാവിന് ദൈവം നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന ഒരു കുടുംബത്തെ ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തരാം. ഒരു കുഞ്ഞ് ധ്യാനമെല്ലാം കൂടി കഴിഞ്ഞ സമയത്താണ് അവനോട് പറഞ്ഞു, വിശുദ്ധമായിട്ട് ജീവിക്കണം. മാതാപിതാക്കൾ കൊടുത്തൊരു ഉപദേശമാണ്, മോനെ അവനെ ദൂരസ്ഥലത്തേക്ക് പഠിപ്പിക്കാൻ വിടുകയാണ്. പാപം ചെയ്യാതെ ജീവിക്കുക, വിശുദ്ധമായി ജീവിക്കുക, യേശുവിൽ ആശ്രയിച്ച് ജീവിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് മോന് വരികയാണെങ്കിൽ തൊട്ടടുത്തൊരു പള്ളിയിൽ പോവുക, കുമ്പസാരിക്കുക, പാവമോചനം സ്വീകരിക്കുക, ഇല്ലെങ്കിൽ പപ്പയും അമ്മയും വിളിക്കുക, മോൻ ആവശ്യപ്പെട്ടാൽ വന്നേക്കാം. പഠിക്കാനായിട്ട് പോയി, കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. പല തെറ്റിലേക്കും തിന്മയിലേക്കും പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് ആ കുഞ്ഞ് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ പഠനത്തിൻ്റെ മേഖലയിൽ കുറച്ച് കഴിവ് കുറവായിരുന്നു. പഠിക്കാനായിട്ട് അവന് പറ്റുന്നില്ലായിരുന്നു. ആ സമയത്ത് അവൻ്റെ കൂടെയുള്ള പലരും കോപ്പി അടിക്കാനായിട്ട് നിർബന്ധിച്ചു. അവൻ അപ്പനോടും അമ്മയോടും പറഞ്ഞു, അപ്പാ ഞാനിവിടെ ജയിക്കണമെങ്കിൽ കോപ്പി അടിച്ചാലേ സാധിക്കുകയുള്ളൂ. കോപ്പി അടിക്കാൻ എനിക്കിഷ്ടമല്ല. ഞാൻ കോപ്പി അടിക്കാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഞാൻ എന്ത് ചെയ്യണം? ആ മാതാപിതാക്കളുടെ നിലപാടാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അപ്പനും അമ്മയും പറഞ്ഞു, മോനെ കോപ്പി അടിച്ചിട്ടാണ് നീ പാസ്സാകുന്നതെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നീ ആ കോഴ്സ് പഠിക്കണം, നിർബന്ധമൊന്നുമില്ല. ചതിയിലൂടെയും വഞ്ചനയിലൂടെയും തേടുന്ന വിദ്യാഭ്യാസം നാളെ ഉപകരിക്കുകയില്ല. അത് നാളെ ഏത് തരത്തിൽ നീ അർഹിക്കാത്തത് നിൻ്റെ കയ്യിൽ വെച്ചാൽ, വിദ്യാഭ്യാസം ധനമാണ്, ഇത് നീ അർഹിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത് നിനക്ക് ഉപകാരപ്പെടാൻ സാധ്യതയില്ല. മോന് പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മോൻ തിരിച്ചു പോന്നേരെ. കൂടെയുള്ളവരും നാട്ടുകാരും പലരും ആ മാതാപിതാക്കളെയും ആ കുഞ്ഞിനെയും പരിഹസിച്ചു, കുറ്റപ്പെടുത്തി. മണ്ടന്മാർ, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ജീവിക്കാനായിട്ട് സാധിക്കുമോ? തലകുനിച്ച് ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ആ അപ്പനും അമ്മയും അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്ത് വിദേശത്ത് ആ കുഞ്ഞിന് ജോലി കിട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അവരുടെ കസിൻസ് വഴി പോയതാണ്. ജോലിക്കൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ കൂടെ കൊണ്ടുപോയവർ പറഞ്ഞു, ഒത്തിരി സത്യസന്ധനായ ജീവിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം, അവരൊക്കെ പറയുന്നതിൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. ആ കുഞ്ഞ് പറഞ്ഞു, ദൈവത്തെ വഞ്ചിച്ചും ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിച്ച് എങ്ങനെയാണ് ജീവിക്കുക? ജോസഫ് എടുത്ത പോലത്തെ ഒരു നീതിമാനായ ഒരു കുഞ്ഞ്. അങ്ങനെ ആ കുഞ്ഞ് അവൻ വിദേശത്ത് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവരോട് പറഞ്ഞു, നിനക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം, അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ജോലി തുടരാൻ പറ്റുകയുള്ളൂ. നീ ഒരു കാര്യം ചെയ്തോ, ഞങ്ങൾ നിനക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരാം. അപ്പോൾ അവൻ പറഞ്ഞു, ഞാനിവിടെ ജോലിക്ക് വന്നിട്ട് 2-3 മാസങ്ങളേ ആയിട്ടുള്ളൂ, 2 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എങ്ങനെ തരാൻ പറ്റും? ഇത് ചതിയല്ലേ, വഞ്ചനയല്ലേ? വേണ്ട. അപ്പോൾ പലപ്പോഴും
നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇല്ലാത്ത എക്സ്പീരിയൻസും ഇല്ലാത്ത സർട്ടിഫിക്കറ്റുകളൊക്കെ, ഈ കള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാക്കി എത്രയോ തരത്തിലാണ് നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. എന്താണ് സംഭവിക്കുക? താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെപ്പോലെയാണ് അന്യായമായി പണം സമ്പാദിക്കുന്നവനെന്ന് ഇരമ്യാവിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പണം, അത് ധനം, അത് വിദ്യാഭ്യാസമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്നത് തുല്യമാണ്. ഈ കുഞ്ഞിൻ്റെ നിലപാട് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കാതെ അവൻ്റെ സത്യസന്ധത മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ആ കമ്പനി അവനൊരു നല്ല ജോലി ഓഫർ ചെയ്തു. അവൻ വളരെ മാന്യമായി സമാധാനമായി ജോലി ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. പിന്നീട് ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ എന്നോട് പറഞ്ഞ, എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ, എന്നെ ഏറ്റവും ത്രസിപ്പിച്ച ഒരു സാക്ഷി അവൻ പറഞ്ഞു. എൻ്റെ കൂടെ പഠിച്ച, കോപ്പിയടിച്ച് വളർന്ന പല പിള്ളേരും പിന്നീട് ആ കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ അവരെ ഇൻ്റർവ്യൂ ചെയ്തത് ഞാനാണ്. കണ്ടോ, യേശുക്രിസ്തുവിന് വേണ്ടി സത്യസന്ധമായി നിൽക്കുന്ന ഒരു കുഞ്ഞിൻ്റെയും ഒരു മാതാപിതാക്കളുടെയും തല കുനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഇത് നമ്മുടെ മക്കളെ പഠിപ്പിച്ച് കൊടുക്കണം. ലോകം നമ്മളെ പഠിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് മത്സരിക്കുന്നവർക്ക് മാത്രമേ ജയിക്കാൻ പറ്റുകയുള്ളൂ, വിജയിക്കുന്നവർക്ക് മാത്രമേ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. ദൈവം അങ്ങനെ പഠിപ്പിക്കുന്നവനല്ല. ദൈവം പഠിപ്പിക്കുന്നത്, ഒരു കണ്ണിന് കാഴ്ചയില്ലാത്തൊരു കുഞ്ഞിനെ ദൈവം അനുവദിക്കുന്നത് ഈ കണ്ണിൻ്റെ കാഴ്ച ദൈവത്തിൻ്റെ ദാനമാണെന്നും അവനും നിന്നെപ്പോലെ ജീവിക്കാൻ അവകാശമുണ്ടെന്നാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കഴിവ് കുറഞ്ഞവരും ബലഹീനരെയും ദൈവം നമുക്ക് അനുവദിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അതിനൊറ്റ കാര്യമേ ഉള്ളൂ, അവരെ മാനേജ് ചെയ്യാനും അവരെ സ്നേഹിക്കുവാനും ഏറ്റവും യോഗ്യൻ നമ്മളാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവം തരുന്നതാണ്. കോട്ടയത്തുള്ള നവജീവൻ ട്രസ്റ്റിൻ്റെ ആരംഭകനായ PU തോമസ് സാറ് പറഞ്ഞ ഈ വാക്കുകൾ ഞാനൊന്ന് കടമെടുക്കുകയാണ്. ഈ ലോകത്ത് അവശരെ, അവരെ പരിപാലിക്കാൻ ഏറ്റവും യോഗ്യൻ ഞാനെന്ന് കണ്ടുകൊണ്ടാണ് ദൈവം എനിക്ക് ഇത്തരത്തിലുള്ള ജീവിതങ്ങളെ സമ്മാനമായിട്ട് തന്നത്. നമ്മുടെ മക്കളെ നമ്മളത് പഠിപ്പിക്കണം. കമ്പാരിസൺ ചെയ്യുമ്പോൾ അവനെ കണ്ടു പഠിക്കുക. എല്ലാത്തിനും A+, എല്ലാത്തിനും മിടുക്കൻ, എല്ലാത്തിനും അങ്ങനെയാണ്, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഇത് നമ്മുടെ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠന നിലവാരം താഴെ പോകും. ദൈവം തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചത് ആണും പെണ്ണും എന്നാണ് പറയുന്നത്. ആണിന് പ്രത്യേകതയുണ്ട്, പെണ്ണിന് പ്രത്യേകതയുണ്ട്. ഇതുപോലെ നമുക്ക് 2 മക്കളെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഒന്നിനൊരു പ്രത്യേകതയുണ്ട്, മറ്റതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് ബഹുമാനിക്കാൻ പറ്റണം, അത് സ്വീകരിക്കാൻ പറ്റണം. അതിൻ്റെ സ്വാധീനങ്ങൾ, അതിൻ്റെ എല്ലാ വശങ്ങളും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. നന്മ മാത്രം. ഇയ്യോബ് പറഞ്ഞ ഒരു വാക്ക് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കണം. നന്മ മാത്രം ദൈവത്തിൽ നിന്ന് എടുക്കും, ബാക്കി പ്രതിസന്ധികളും കുരിശുകളെല്ലാം നമ്മൾ വല്ലവരുടെ തലയിൽ കെട്ടിവെക്കുന്നത് ശരിയല്ല. പലപ്പോഴും ഈ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധങ്ങളിൽ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മയെ ഉൾക്കൊള്ളാൻ പറ്റാത്ത, അപ്പനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത, ജന്മം ഉൾക്കൊള്ളാൻ പറ്റാത്ത, കുടുംബജീവിതം ഉൾക്കൊള്ളാൻ പറ്റാത്ത ഈ പരസ്പരം കിടക്കുന്ന ഈ പോരടികൾ പുറമേ ഒന്നും കാണിക്കത്തില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഈ അംഗീകരിക്കാൻ പറ്റാത്ത അപ്പൻ്റെ ആയിക്കോട്ടെ അമ്മയുടെ ആയിക്കോട്ടെ മക്കൾ പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ വിജയിക്കാനായിട്ട് സാധ്യതയില്ല. ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് നന്മ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് ലാഭമുള്ളത് മാത്രമേ സ്വീകരിക്കൂ. ദൈവം നമുക്ക് നന്മ മാത്രമേ തരുള്ളൂ. ലാഭമുള്ളത് മാത്രമേ നമ്മൾ സ്വീകരിക്കുമെന്ന് വാശി പിടിക്കരുത്. കുറവുള്ളവനെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ പഠിപ്പിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സത്യത്തിൽ ഒറ്റുകൊടുക്കാനുള്ള ശിഷ്യന്മാരിൽ 2 പേരാണ് പത്രോസ്, തള്ളിപ്പറയുമെന്ന് പറഞ്ഞവനാണ്. യൂദാസ്, എൻ്റെ കൂടെ നീ അപ്പം കഴിച്ച് എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞവനാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, യേശു അത് പഠിപ്പിക്കാൻ നേരത്ത് അവരെ സ്നേഹത്തിൻ്റെ ഏറ്റവും ആഴം കൂടി പഠിപ്പിച്ചിരുന്നു. നാളെ വീണു പോയാലും പത്രോസേ, യൂദാസേ, പാപിനിയായ സ്ത്രീയുടെ മുഖത്ത് പോലും നോക്കാതെ കുറ്റപ്പെടുത്തിയവനാണ് ഞാനെന്ന് നിങ്ങൾ പഠിച്ചോളണം. എന്തിനാണെന്നറിയാമോ? ഈ പഠനം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നാളെ നിങ്ങൾ വീണ് കഴിയുമ്പോൾ എന്നിലേക്ക് നിങ്ങൾ ഓടിയിരിക്കുകയുള്ളൂ. ബലഹീനനെ കർത്താവ് ചേർത്ത് പിടിച്ചത് അങ്ങനെയാണ്, കുറവുള്ളവനെ ചേർത്ത് പിടിച്ചത് അങ്ങനെയാണ്. മാതാപിതാക്കളായി നമുക്ക് പറ്റണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശാന്തമായി പഠിക്കാനുള്ളൊരവസരം നമ്മൾ ചെയ്തു കൊടുക്കണം.
ഒരിക്കൽ ഒരു കുഞ്ഞ് ധ്യാനമെല്ലാം കൂടി സന്തോഷമായി പോകാൻ നേരത്ത് പറഞ്ഞു, അച്ഛാ എനിക്കൊരു സങ്കടമുണ്ട്, എനിക്ക് പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, അപ്പയും അമ്മയെ സഹായിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ അപ്പ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് എനിക്കറിയില്ല, എക്സാമിൻ്റെയൊക്കെ സമയമാകുമ്പോഴേക്കും വീട്ടിൽ കിടന്ന് കാണിക്കുന്നത് എനിക്കറിയത്തില്ല. ദാരിദ്ര്യത്തിൻ്റെ ഒരു ഭാഗം, പ്രതിസന്ധികളുടെ മറുഭാഗം. ആ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സമാധാനം കളയാൻ വേണ്ടിയിട്ട് ഈ ബോധം നഷ്ടപ്പെട്ട് കള്ളും കുടിച്ച് വന്നിട്ട് വീട്ടിൽ കിടന്ന് അസ്വസ്ഥതയുണ്ടാക്കുന്ന, പ്രതിസന്ധി ഉണ്ടാക്കുന്ന അപ്പന്മാർ അറിയുന്നുണ്ടോ? സത്യത്തിൽ ഉദരത്തിൽ വെച്ചൊരു കുഞ്ഞിനെ കൊന്നാൽ അബോർഷനാണെങ്കിൽ ജീവിച്ച് വളർന്നു വരുന്നൊരു കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തെ തകർക്കുന്നതും അതിൻ്റെ മരണത്തിന് തുല്യമാണ്. ജീവിച്ചിരിക്കുക അതിനെ അബോർഷൻ ചെയ്യുന്നതാണ്. അപ്പം മാതാപിതാക്കൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പരീക്ഷയുടെ സമയമാകുമ്പോഴേക്കും അതല്ലെങ്കിൽ സ്കൂൾ തുറക്കാനാകുമ്പോഴേക്കും കുറേ പ്രാർത്ഥനകളും കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ലതാണ്, ആവശ്യമാണ്. പക്ഷേ നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് കൊടുക്കാൻ പറ്റണം. എന്നാണെന്നറിയാമോ? അപ്പാ ഞാൻ പരീക്ഷയ്ക്ക് പോവാണ്, അപ്പൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ അപ്പന്മാരെ കൊണ്ട് ഇങ്ങനെയാണ് പ്രാർത്ഥിപ്പിക്കേണ്ടത്. മാതാപിതാക്കളെ, എൻ്റെ കുഞ്ഞ് എന്നോട് പ്രാർത്ഥിക്കാൻ പറയണമെങ്കിൽ എൻ്റെ ദൈവത്തിലും പ്രാർത്ഥനയിലും എനിക്ക് വിശ്വാസമുണ്ടെന്ന് അവന് തോന്നണം. അതാണ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. നിങ്ങളുടെ ശക്തിയിലും നിങ്ങളുടെ ബലത്തിലും നിങ്ങളുടെ ഗാംഭീര്യത്തിലും നല്ല മക്കൾ ഭയപ്പെടേണ്ടതും അനുസരിക്കേണ്ടതും. നിങ്ങളുടെ മക്കൾ എപ്പോഴെങ്കിലും കാണണം പഠനത്തിന് വേണ്ടിയിട്ട്, ഞാൻ പഠിക്കാൻ പോവാണ് പപ്പ, പരീക്ഷയ്ക്ക് വേണ്ടി പോവുകയാണെന്ന് പറയുമ്പോൾ മോൻ വിഷമിക്കേണ്ട കേട്ടോ, അപ്പം പോയി പള്ളിയിൽ പോയി ദൈവസന്നിധിയിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചോളാം എന്ന് പറയുമ്പോൾ അവനൊരു കാര്യം മനസ്സിലാക്കും, അവൻ്റെ ജീവിതത്തിൽ എൻ്റെ അപ്പൻ ഭയപ്പെടുന്ന, എൻ്റെ അപ്പൻ സ്നേഹിക്കുന്ന, എൻ്റെ അപ്പൻ ആരാധിക്കുന്ന, എൻ്റെ അപ്പൻ മനസ്സിലാക്കുന്ന ആരോ എൻ്റെ അപ്പനേക്കാൾ വലിയവനുണ്ട്. ആ ബോധ്യം ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ കിട്ടിയാൽ അവൻ്റെ അപ്പനെ അവനെ നിഷേധിക്കാൻ പറ്റില്ല, അവൻ്റെ അമ്മയെ നിഷേധിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? എൻ്റെ അപ്പൻ ബഹുമാനിക്കുന്ന, എൻ്റെ അപ്പൻ ആരാധിക്കുന്ന, എൻ്റെ അപ്പൻ ഭയപ്പെടുന്ന അവനാണ് എൻ്റെ അപ്പനേക്കാൾ ശ്രേഷ്ഠനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കുഞ്ഞുങ്ങൾ വിശ്വാസത്തിലേക്ക് വരും. അതുകൊണ്ട് മാതാപിതാക്കളെ, ഈ പരീക്ഷയുടെ അതല്ലെങ്കിൽ ഈ അവധിയുടെ കാലങ്ങളിൽ പുതിയ കോഴ്സിലേക്കൊക്കെ പോകാൻ നേരത്ത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് ടെൻഷനൊക്കെ പിടിക്കുമ്പോൾ മനസ്സിലാക്കുക, ഒന്ന്, നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ നിങ്ങൾ മുട്ടിപ്പായിട്ട് അതിനുവേണ്ടി ആലോചന നടത്തുക. ചോദിക്കണം, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ തുറന്നു കിട്ടും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ ഹോളി സ്പിരിറ്റ് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നാൽ നമുക്ക് ചോദിക്കാനുള്ള വഴികൾ തുറന്നു കിട്ടും, കോളേജുകൾ നമുക്ക് തുറന്നു കിട്ടും, ഫീസും അതിൻ്റെ കാര്യങ്ങളെല്ലാം തുറന്നു കിട്ടും. ദൈവം ഏറ്റവും നന്മയായത് ദൈവം നമുക്ക് കൊണ്ടുതരും. പക്ഷേ അതിന് കൂട്ടായ്മ വേണം. 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയാൽ, ഈ 2 or 3 പേർ എന്ന് ഉദ്ദേശിച്ചാരാ? അപ്പനും അമ്മയും, അവരൊന്നാണ്. പിന്നെ ആരാ? മക്കൾ. അപ്പം 2 പേരെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളൊരു ഭാഗത്ത്, മക്കളൊരു ഭാഗത്ത്, അവർ ചേർന്നിരിക്കുന്നിടത്ത് ക്രിസ്തു വന്നിരിക്കും, വേണ്ട കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിരിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾ മാതാപിതാക്കളെ വെല്ലുവിളിച്ചുകൊണ്ടും അവരിൽ നിന്നും ഒളിച്ചോടിക്കൊണ്ടും പഠന മേഖലകളിലേക്കോ ജീവിത സാഹചര്യങ്ങളിലേക്കോ പോയാൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കരുത്. നമ്മൾ വെച്ച കല്ല് നമ്മൾ തന്നെ എടുത്തിട്ട് മാറ്റേണ്ടി വരും. മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് അവരെ നമ്മൾ അനുസരിച്ചാൽ നാളെ നമ്മളൊരു പരാജയമായിരിക്കില്ല. ദൈവം മാതാപിതാക്കൾക്ക് പറ്റാത്ത കാര്യങ്ങൾ അവരുടെ പരിധിക്ക് അപ്പുറത്തേക്കാകുമ്പോൾ നമ്മളെ ആവശ്യത്തിന് ദൈവം ഉയർത്തിക്കൊള്ളും. നമ്മളുടെ മാതാപിതാക്കൾ നമ്മൾക്ക് പോരായിക ആണെന്ന് ദൈവത്തിന് തോന്നിയാൽ ഉന്നതമായ മേഖലകളിലേക്ക് ദൈവം ഉയർത്തിക്കൊള്ളും. അതിന് മാതാപിതാക്കളെ ഡീഗ്രേഡ് ചെയ്യാനോ അവരെ കുറ്റപ്പെടുത്തുവാനോ, അപ്പനും അമ്മ എങ്ങനെയായതുകൊണ്ടാണ് ഞങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തണ്ട, അവരുടെ തല താഴ്ത്തണ്ട, അവരുടെ ഹൃദയം വേദനിപ്പിക്കണ്ട. ഈ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലും ജീവിതത്തിൻ്റെ മേഖലയിലും ജന്മം നൽകിയ അവരുടെ കണ്ണുകൾ ഈറനണയാൻ, കരയാൻ നമ്മളായിട്ട് ഇടയാക്കണ്ട. ദൈവം അതിനുള്ള വഴി തുറന്നോളും. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, പഠനത്തിൻ്റെ ഒരു അന്തരീക്ഷം നമ്മൾ ഒരുക്കണം. മാതാപിതാക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പ്രേമത്തിലേക്ക് പോകുന്നുണ്ട്. ഞാൻ ഈ പ്രേമിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഷെയർ ചെയ്യാറുണ്ട്.
പലപ്പോഴും ഈ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് പ്രേമിക്കുന്നതെന്ന് അറിയാമോ? ഒന്ന്, അവർക്കൊരു അംഗീകാരം കിട്ടാൻ, അവർക്കൊരു അക്സെപ്റ്റൻസ് കിട്ടാൻ, അവരെ കാത്തിരിക്കാൻ വേണ്ടി, അവർക്കൊരു പോസിറ്റീവ് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും പലരും കുഞ്ഞുങ്ങളൊക്കെ ഈ പ്രേമത്തിന് പോകുന്നത്. അപ്പോൾ അവരുടെ കുടുംബത്തെക്കുറിച്ച് പരിശോധിച്ച് കഴിയുമ്പോഴോ എന്നും കുറ്റപ്പെടുത്തൽ, ശാസനങ്ങൾ, ഭീഷണിപ്പെടുത്തലുകൾ, പിന്നെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം ശരിയല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ അറിയാത്ത ബന്ധങ്ങളിലേക്ക് വീണു പോകുന്നത്. അവർ വരുമ്പോൾ സ്വീകരിക്കാനുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, അവരെ കേൾക്കാനുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ബൈബിൾ അത് പഠിപ്പിക്കുന്നില്ലേ? യേശുവും അപ്പനും അമ്മയും ദേവാലയത്തിലേക്ക് പോവുകയാണ്. അവർ ദേവാലയത്തിലേക്ക് പോകുന്ന സമയത്താണ് പെരുന്നാളിനൊക്കെ സംബന്ധിച്ചെങ്കിലും 3 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടില്ല. അപ്പനും അമ്മയും തിരിച്ചു ചെന്നു. യേശുവിനോട് ചോദിക്കുകയാണ്, മകനെ നീ എന്താ ചെയ്തത്? മാതാവ് പറയുകയാണ്, നിൻ്റെ അപ്പനും ഞാനൊക്കെ വേദനിച്ചല്ലോ. അപ്പോൾ ആ കുഞ്ഞിൻ്റെ മറുപടി, യേശുവിൻ്റെ മറുപടി എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലേ? നമുക്കൊരു പക്ഷെ തോന്നും അതൊക്കെ ഒരു വെല്ലുവിളിയായിട്ടാണെന്നും അതല്ലെങ്കിൽ നമുക്ക് ഒരു എതിർപ്പാണെന്നൊക്കെ തോന്നും. പക്ഷേ നന്നായിട്ടൊന്ന് വായിച്ച് ധ്യാനിച്ച് നോക്കിക്കേ. അതിൻ്റെ അടുത്ത വചനം പറയുന്നത് എന്താണ്? അവൻ അവർക്ക് വിധേയപ്പെട്ട് ജീവിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ അമ്മയുടെയും വാക്കുകൾക്ക് വിധേയപ്പെട്ടു. എന്നാൽ എൻ്റെ ജീവിതം എൻ്റെ പിതാവിന് വേണ്ടിയാണെന്നുള്ള വെളിപ്പെടുത്തലായിരുന്നു. ഈ ഒരു വെളിപ്പെടുത്തലിന് അന്തരീക്ഷം നമുക്ക് നമ്മുടെ കുടുംബത്തിലുണ്ടാകണം. വിദ്യാഭ്യാസത്തെക്കുറിച്ച് അപ്പനും അറിയണം, അമ്മയും അറിയണം. പലപ്പോഴും നമ്മുടെയൊക്കെ ഈ ഹൈ റേഞ്ച് മേഖലകളിലൊക്കെ ഒരു ചെറിയ പ്രതിസന്ധി എന്നാന്ന് വെച്ചാൽ സ്കൂളിലേക്ക് പോകേണ്ടത് അമ്മയുടെ ഉത്തരവാദിത്വം, പിന്നെ കുറേയൊക്കെ അപ്പൻ്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ ഇത് അവക്കടെ ഉത്തരവാദിത്വം ഇവക്കടെ ഉത്തരവാദിത്വം ഒക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. നമുക്ക് നമ്മുടെ മക്കളെ എല്ലാ അർത്ഥത്തിലും പരിപോഷിപ്പിക്കണം. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവരുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കാണെങ്കിൽ അവരുടെ മനസ്സ് അവരുടെ സ്വന്തമാണ്. അവരുടെ ആത്മാവ് ദൈവത്തിൻ്റെ ദാനമാണ്. ആത്മാവിനാവശ്യമായ വളർച്ച കൂദാശകൾ വഴിയും വചനം വഴിയും പ്രാർത്ഥന വഴിയും നമ്മൾ കൊടുക്കണം. അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ശമ്പളം കൊണ്ട് അവരുടെ ശരീരത്തെ നമ്മൾ വളർത്തുന്നുണ്ട്, മനസ്സിനെ വളർത്തുന്നുണ്ടോ? അവർക്കൊരു അംഗീകാരം കിട്ടണം, അവർക്കൊരു സ്നേഹം കിട്ടണം. എന്നാ പറ്റിയ മോനെന്ന് ചേർത്ത് പിടിക്കാനായിട്ട് അവരുടെ മനസ്സിന് ഭക്ഷണം കൊടുത്താൽ പക്വതയുള്ള മക്കളായിട്ട് അവർ തീരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, എല്ലാ അർത്ഥത്തിലും A+ വാങ്ങുന്നവരാണ് മിടുക്കന്മാരെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ മനസ്സ് പക്വതയുള്ളവരാണെങ്കിൽ, മനസ്സിന് ജീവനുള്ളവരാണെങ്കിൽ, മനസ്സിന് ശാന്തതയുള്ളവരാണെങ്കിൽ ആ മക്കൾ സഭയ്ക്കാവശ്യമാണ്, ആ മക്കൾ സമൂഹത്തിനാവശ്യമാണ്, ആ മക്കൾ ലോകത്തിനാവശ്യമാണ്. ശാന്തതയുള്ള, സമാധാനമുള്ള, സ്നേഹമുള്ള, ഞാനീ പറഞ്ഞ വാക്കുകളൊക്കെ അത് മനസ്സിൻ്റെ മേഖലകളിലേക്ക് അത് മാതാപിതാക്കൾ കൊടുക്കുന്ന ഭക്ഷണമാണ്. ദാഹിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഏത് വെള്ളം കിട്ടിയാലും കുടിക്കും. എന്നാൽ ദാഹമില്ലാത്തവന് അവൻ വെള്ളം കുടിക്കുന്നെങ്കിൽ അതിൻ്റെ ഹൈജീനിക്ക് നോക്കും, അതിൻ്റെ ടേസ്റ്റ് നോക്കും, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. ഇതുപോലെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളും. അവർക്കാവശ്യമായ ഭക്ഷണം കിട്ടുന്നുണ്ട്, അവർക്കാവശ്യമായ സ്നേഹമുണ്ട്, അവർക്ക് ആവശ്യമായ അംഗീകാരമുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകില്ല. ആരെങ്കിലും ഒരു സ്നേഹത്തിൻ്റെ പുറകെ, ആരുടെയെങ്കിലും ഒരു കരുതലിൻ്റെ പുറകെ, ആരുടെയെങ്കിലും ഒരു നോട്ടത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പിന്നാലെ നമ്മുടെ മക്കൾ പോകില്ല. കാരണം അവരുടെ വയറ് നിറഞ്ഞിരിക്കുകയാണ്, അവരുടെ ഭക്ഷണം അവർക്ക് ആവശ്യത്തിനുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അന്തരീക്ഷം വളരെ പ്രധാനപ്പെട്ടതാണ്. മാതാപിതാക്കൾ ഒരുമിച്ച് പഠനത്തെക്കുറിച്ച് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ, അവർക്ക് വേണ്ടിയിട്ട് അവരെയാണ് കരുതുന്നത്, അത് ദൈവസന്നിധിയിലായി ദൈവബോധം കൂടി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരും, നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയില്ല. ജ്ഞാനം 1:4 പറയുന്നത് ഇങ്ങനെയാണ്. അത് കപട ഹൃദയത്തിൽ പ്രവേശിക്കില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നുണ പറയാനും കള്ളത്തരങ്ങൾ കാണിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാതെ അവരുടെ ഹൃദയം പരിശുദ്ധമായി നിർമ്മലമായി കാത്തു സൂക്ഷിക്കാൻ ഇടയാക്കിയാൽ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അവരാരും പരാജയപ്പെട്ടു പോകില്ല. ഈ പെന്തിക്കോസ്തിയുടെ ദിവസങ്ങളിൽ നമ്മുടെ മക്കളെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, അപ്പോസ്തലന്മാർക്ക് കാര്യമായിട്ട് കഴിവുകളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ അവർക്ക് ആത്മാർത്ഥതയുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു, അധ്വാനശീലമുണ്ടായിരുന്നു. അവർക്ക് അവരുടെ ഭോഷത്വങ്ങളെ മാറ്റി ദൈവിക ജ്ഞാനം കൊടുത്തതുപോലെ ഞങ്ങൾക്ക് നൽകിയ മക്കളെ കർത്താവെ അനുഗ്രഹിക്കണമേ. അവരുടെ അലസത മാറാനും അവരുടെ ഭോഷത്വങ്ങൾ മാറാനും
അവർ സഭയ്ക്കും സമൂഹത്തിനും കൊള്ളാവുന്നവരായി തീരാൻ. എൻ്റെ ഇഷ്ടം മാത്രം പൂർത്തീകരിക്കാനല്ല, എനിക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ കൊടുത്ത ഫീസ്, എൻ്റെ കൊച്ച് എൻ്റെ ഇഷ്ടത്തിൻ്റെ പൂർത്തീകരണമല്ല. അത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങളായി തീരാൻ ദൈവിക ജ്ഞാനം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ മാതാപിതാക്കളെയൊക്കെ വിട്ട് ദൂരസ്ഥലങ്ങളിൽ പോകുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. നമുക്ക് ആ മക്കളുടെ ചുറ്റും CCTV ഒന്നും വെച്ച് 24 മണിക്കൂർ നോക്കാനൊന്നും പറ്റത്തില്ല. അവരെ നോക്കാൻ പറയണം, മോനെ നിനക്കൊരു കാവൽമാലാഖയുണ്ട്. ആ കാവൽമാലാഖ നിന്നെ സംരക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നിൻ്റെ പേരിൻ്റെ ഒരു വിശുദ്ധനുണ്ട്, ഒരു വിശുദ്ധയുണ്ട്. നിൻ്റെ ദേവാലയത്തിൻ്റെ മധ്യസ്ഥനുണ്ട്. സർവോപരി നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ, ആഴങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവന് ധൈര്യത്തിന് ഒരു കുറവുമുണ്ടാകില്ല. അപ്പോസ്തല പ്രവർത്തനം 1:8 അവനിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ കള്ളത്തരം ചെയ്യാൻ അവന് സാധ്യമല്ല. അവൻ പാപത്തിലേക്ക് വീഴുപോകാൻ സാധ്യതയില്ല. പകരം പാപം ചെയ്യാതെ വിശുദ്ധിയിലും സ്നേഹത്തിലും പഠനത്തിലും ജീവിക്കാനുള്ള ധൈര്യം അവന് ദൈവം കൊടുക്കും. അതുകൊണ്ട് ഈ പെന്തിക്കോസ്തി ദിവസങ്ങളിലൊക്കെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേലും നമ്മുടെ മക്കളുടെ മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രത്യേകം നമുക്ക് നേടാം. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിദേശത്തും സ്വദേശത്തുമായിരിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് 10ാം ക്ലാസ് +2 കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ഉചിതമായൊരു തീരുമാനമെടുക്കാൻ, അവർക്ക് അർഹതപ്പെട്ടൊരു തീരുമാനമെടുക്കാൻ അതിനാവശ്യമായ വഴികൾ കർത്താവെ മാതാപിതാക്കൾക്ക് നീ തുറന്നു കൊടുക്കണമേ. അതിനാവശ്യമായ കോളേജുകളെ, ആവശ്യമായ പഠന മേഖലകളെ കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് അവർക്ക് പഠിപ്പിക്കാനുള്ള വഴികൾ തുറന്നു കൊടുക്കണമേ. സാമ്പത്തിക മേഖലകൾ തുറന്നു കൊടുക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, മക്കൾക്കും മാതാപിതാക്കളുടെ വിധേയപ്പെട്ടുകൊണ്ട് ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് തങ്ങളുടെ വഴികളെ മാതാപിതാക്കളിലൂടെ വെളിപ്പെട്ട് കിട്ടുവാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, യേശുവിനെ വളർത്തിയ അമ്മേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും യേശുവിനെ വളർത്തിയതുപോലെ വളർത്തണമേ. പാപത്തിൽ വീണു പോകാതെ വിശുദ്ധിയിൽ ജീവിച്ച് സഭയ്ക്കും സമൂഹത്തിനും കൊള്ളാവുന്ന മക്കളാക്കി തീർക്കുവാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ. Maria.